ജൂൺ 24. യേശുവിന്റെ ആഗമനത്തിന് ജനഹൃദയങ്ങളെ ഒരുക്കുന്നതിനായി ദൈവം തന്നെ തിരഞ്ഞെടുക്കുകയും പരിശീലിപ്പിക്കുകയും നിയോഗിക്കുകയും ചെയ്ത യോഹന്നാൻ മാംദാനയുടെ ചിത്രമാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ പ്രതിപാദ്യ വിഷയം. യോഹന്നാന്റെ രംഗപ്രവേശം മനുഷ്യരുടെ കെട്ടുകഥകൾക്ക് വിധേയമോ ഊഹാഭാവങ്ങൾക്ക് അധീനമോ ഭാവനാവിലാസം കൊണ്ട് ചമച്ചെടുത്തതോ ഒന്നുമല്ല എന്നും അന്നത്തെ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിൽ വസ്തുതകളെയും സംഭവങ്ങളെയും വ്യക്തികളെയും വസ്തുതാപരമായ രീതിയിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് യാഥാർത്ഥ്യബോധത്തോടുകൂടെ സത്യസന്ധതയുമായിട്ട് വസ്തുതാപരമായിട്ട് നമ്മുടെ മുമ്പിൽ വിശുദ്ധ ലൂക്ക അവതരിപ്പിക്കുകയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ. യോഹന്നാൻ ഏറ്റെടുത്ത ദൗത്യം വളരെ ശ്രമകരമായ ഒന്നായിരുന്നു. യേശുവിനെ ജനതാഹൃദയത്തിൽ സ്വീകരിക്കത്തക്ക വിധത്തിലെ ജനമനസ്സുകളെ ഒരുക്കുക എന്നുള്ളതായിരുന്നു ആ ദൗത്യം. അത് തീർത്തും ജനങ്ങളുടെ ചിന്തകളെയും മനോഭാവങ്ങളെയും സ്വാധീനിക്കേണ്ട ഒരു സജ്ജീകരണമായി തീരേണ്ടതുണ്ട്. തീർത്തും ശ്രമകരമായി ആന്തരികമായിട്ട് ജനങ്ങളുടെ മനസ്സിൽ സംഭവിക്കേണ്ട യാഥാർത്ഥ്യം യോഹന്നാൻ തന്റെ ജീവിതത്തിലൂടെ അത് വിജയപ്രദമായ രീതിയിൽ നിർവഹിച്ചു എന്നാണ് നാം സുവിശേഷങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനിടവരുന്നത്. ഇതിനായി യോഹന്നാൻ സ്വീകരിച്ച മാർഗം തനിക്ക് പറയാനുള്ള സന്ദേശം തന്റെ ജീവിതം തന്നെയായിട്ട് മാറ്റി എന്നുള്ളതാണ്. ജീവിതം തന്നെ തന്റെ സന്ദേശമായിട്ട് പൂർണ്ണ അർത്ഥത്തിൽ മാറ്റാൻ സാധിച്ചപ്പോൾ തന്റെ ദൗത്യം വിജയപ്രദമായ രീതിയിൽ അത് നിർവഹിക്കുവാൻ യോഹന്നാന് കൂടുതൽ എളുപ്പമായിട്ട് തീർന്നു. ഈ യോഹന്നാൻ തന്റെ ദൗത്യം പൂർണ്ണതയിൽ തന്നെ നടത്തിയെന്ന് പിന്നീട് യേശു തന്നെ യോഹന്നാനെ സംബന്ധിച്ച് സാക്ഷ്യപ്പെടുത്തതായിട്ട് സുവിശേഷത്തിൽ നാം വായിക്കുന്നു. ഇത്തരത്തിലുള്ളൊരു സാക്ഷ്യം തന്നെയല്ലേ നാമും നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാൻ ഇടവരേണ്ടത്? അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാൻ ഇടവരണം എന്ന് വരികിൽ യോഹന്നാൻ തന്റെ ജീവിതത്തെ സന്ദേശമാക്കി പകർത്തിയതുപോലെ നാമും നമ്മുടെ ജീവിതം നമ്മുടെ സന്ദേശമായിട്ട് പകർത്താൻ, ആ പകർത്തുന്ന പ്രക്രിയ വിജയപ്രദമാകാൻ ഇടവരണം. ആ ഇടവന്നെങ്കിൽ മാത്രമേ യേശുവിനെ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനും യേശുവിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാനും ഇടവരുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം പരോക്ഷമായ രീതിയിലെങ്കിലും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് ഇന്നത്തെ സുവിശേഷം എന്ന് വേണം ധരിക്കാൻ.